ഹലോ, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും കേക്ക് ഉണ്ടാക്കി കൂടണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ ബട്ടർ കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ച് 1 കപ്പ് മൈദ മാവ്, നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അടുത്തതായി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും നന്നായിട്ടൊന്ന് അരിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 250 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടറിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബട്ടറിലേക്ക് 1 കപ്പ് പഞ്ചസാര കുറേശ്ശെ ചേർത്ത് അതിനെയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 by 1 ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കേക്ക് ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ. അതുകൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുത്ത് പുറത്ത് വെക്കേണ്ടതാണ്. ഡയറക്റ്റ് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പോടുകൂടി യൂസ് ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ മുട്ടയും ബട്ടറും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു സ്പൂൺ വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് ഇതിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് 30 to 35 മിനിറ്റ്സ് വെച്ച് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബട്ടർ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ അതിലേക്ക് 2-3 സ്ട്രോബെറി ജസ്റ്റ് ഒരു ഡെക്കറേഷനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഈ കേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്നൊരു കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കേക്കിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇതുപോലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.